എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22 നടക്കാൻ പോകുന്ന എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്. അപ്പോൾ ഇതിൻ്റെത് പ്രീവിയസ് നോട്ടിഫിക്കേഷനിൽ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ടോ, അതുപോലെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ എത്ര ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OMR എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ OMR എക്സാമിൻ്റെ കൂടെ നിങ്ങൾ ഡിക്റ്റേഷൻ ടെസ്റ്റ് കൂടി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി കോഡ് 193/2017. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 19/7/2017. 2017 വിളിച്ച നോട്ടിഫിക്കേഷനാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് പോസ്റ്റായിരുന്നു. ഓക്കെ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2022 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ വേക്കൻസി നോട്ട് എസ്റ്റിമേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ SSLC ഓർ ഇക്വലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGT ഓർ MGT ഇറ്റ്സ് ഇക്വലൻ്റ്, ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ, KGT ഓർ MGT ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 27/7/2022 നിലവിൽ വന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. 2025 7-ാം മാസം അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. കട്ട് ഓഫ് 50.43 ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇതിൽ ഡിക്റ്റേഷൻ്റെ മാർക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ടത് 38.043, പിന്നെ 12 മാർക്കാണ്. ഇത് ഇൻ്റർവ്യൂവിൽ ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 14 മാർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും ലോ ആയിട്ടുള്ള മാർക്ക് 10 മാർക്കാണ്. 10 മാർക്കും ഏറ്റവും ടോപ്പ് 14 മാർക്കുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കട്ട് ഓഫ് 38 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹയർ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് വരാൻ സാധ്യതയുള്ളത് ഹയർ ആയിരിക്കും. 120 വേർഡ്സ് പെർ മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾ കണ്ടില്ലേ, 90.314 മാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇനി വേക്കൻസി ഡീറ്റെയിൽസ്, അഡ്വൈസ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ടോട്ടൽ അഡ്വൈസ് 43 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 15/7/2025 ആണ്. അപ്പോൾ ഇത് NCA നോട്ടിഫിക്കേഷനിൽ നിന്ന് 2 വേക്കൻസി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ OCക്ക് 33ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഈഴവ 34, മുസ്ലിം 4 LCA 37. അപ്പോൾ ഇതിൽ OCക്ക് 33ാമത്തെ റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. അഡ്വൈസ് ലാസ്റ്റ് അഡ്വൈസ് 15/7/2025 ആണ്. ഓക്കെ, അപ്പോൾ ഈ വന്നിട്ടുള്ള വേക്കൻസിക്കൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 പേരാണ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 33ാമത്തെ ആളാണ് OCക്ക് 33-34 ആണെന്ന് തോന്നുന്നു OCക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കും. 33 OC പോയിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല റാങ്ക് കിട്ടിയാലേ, ഒരു 10-20 റാങ്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു റിസർവേഷൻ പോലും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആഗ്രഹിച്ച എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.